ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജോർജിയൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൊമത്തസ് കേവിലോട്ട് ടിക്കറ്റ് എടുക്കുകയാണ് പോകാനായിട്ട്. guru.ge എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രൊമത്തസ് കേവിൻ്റെ കണ്ടുപിടിച്ച ഒരാളുടെ ഇൻഫർമേഷനൊക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലായിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ തടവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വന്ന് കിടക്കും. ഭയങ്കര രസമാണ്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കെയറിങ് ആയിട്ടാണ് പട്ടികളെ നോക്കുന്നത്. അവർക്ക് ഫുഡൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുകയും സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതേ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 23 ജെല്ലാണ്. നമ്മളകത്ത് കയറിയിരിക്കുകയാണ്. ഇവരുടെ ഈ കേവിൻ്റെ ഇൻഫർമേഷൻസാണ് കുറച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോട്ടോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേവിലോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഗൈഡ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാം തരും കേട്ടോ. ആ കേവിലോട്ട് കയറുമ്പോൾ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഈ ലേഡിയാണ് ഫുൾ എൻ്റയർ ട്രിപ്പ് നമുക്ക് ഈ കേവിൽ പോകുന്നത് വരെയും കേവിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും ഒക്കെയുള്ള ഇൻഫർമേഷനെല്ലാം തരുന്നത് ആ ലേഡിയാണ്. അപ്പം ഇവിടെ കേവിലോട്ട് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് ഭയങ്കര രസമാണ്. ഫുള്ള് മരങ്ങളും നല്ല തണുപ്പും ഒക്കെയാണ് കേട്ടോ. ഇനി കേവിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഉള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഈ കേവ് എന്ന് പറയുന്നത് 60 മില്യൺ വർഷം പഴക്കമുള്ള ജോർജിയയിലെ കേവാണ് കേട്ടോ. പിന്നെ 22 ഹാളുകളാണ് ഈ കേവിൽ ഉള്ളത്. അതിൽ 6 എണ്ണമാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത് കേട്ടോ. കേവിൽ കയറുന്നതിന് മുന്നേ ഉള്ള ഡിഗ്രി 21 ഡിഗ്രി ആയിരുന്നു. അകത്ത് കയറിയപ്പം 4 ഡിഗ്രി എന്നാണ് ഗൈഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അകത്തോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ്, നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് അറിയാൻ വയ്യാത്തത്. അവർ ഗൈഡ് തന്നെ പറയുന്നുണ്ടായിരുന്നു പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിങ് എല്ലാം ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ടെന്ന്. അപ്പോൾ അതേ ഫസ്റ്റ് ഹാളിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇങ്ങനെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും കോൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയുടെ ആണവ ഭീഷണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കുമ്പോഴാണ് ഈ കേവ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. 1980 ഇത് കണ്ടുപിടിക്കുന്നത്. 11 കിലോമീറ്റർ നീളമാണ് ഈ കേവിന് ഉള്ളത് കേട്ടോ. അതിൽ 1.8 കിലോമീറ്ററാണ് വിസിറ്റേഴ്സിനായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. നേച്ചറിൻ്റെ കരവിരുന്ന് നമുക്ക് ഇവിടെ നല്ലതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഈ കേവിൻ്റെ അകത്തൂടെ ഒരു റിവറും പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമ്മളങ്ങനെ ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റിവർ. ഇങ്ങനെ ഒരു ബോട്ട് നമ്മൾ കേവിൻ്റെ അകത്തൂടെ നടന്നു വരുമ്പോഴത്തേക്ക് ഈ ബോട്ട് ഇവിടെ വന്ന് കിടക്കും കേട്ടോ നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അകത്ത് കയറിയിരുന്നു കേട്ടോ. ഭയങ്കര രസമാണ് ഈ കേവിൻ്റെ അകത്തൂടെ ഉള്ള ഒരു യാത്രയെന്ന് പറയുന്നത്. കുറച്ച് നേരം ഇരുട്ട് നിറഞ്ഞ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ്. പിന്നെ ഒരു ടണൽ പോലെ അകത്തൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫീൽ തോന്നുന്നത് 2 സൈഡിലുമുള്ള കളർ ലൈറ്റുകളാണ് കേട്ടോ. എന്നിട്ട് ഈ നമുക്ക് പോകെ ചില സ്ഥലങ്ങളിലൊന്നും ഹൈറ്റ് കാണില്ല. അപ്പം അത് നമ്മൾ തല ഒന്ന് കുനിച്ചു കൊടുക്കാനായിട്ട് അവിടുത്തെ ബോട്ട് റൈഡർ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ തല കുനിച്ചിട്ട് വേണം പോകാനായിട്ട്. കേവിൻ്റെ ഫുള്ളും ഒരു ഹൈറ്റ് ആയിരിക്കുമല്ലോ, ഹൈറ്റ് കൂടും കുറഞ്ഞും ഒക്കെ ഇരിക്കുമല്ലോ. നമ്മൾ ഓർക്കണം എത്ര അടി താഴോട്ടാണ് നമ്മൾ പോകുന്നത്. വെള്ളം കൂടുമ്പോഴത്തേക്ക് ഈ കേവ് അടച്ചിടും കേട്ടോ. പിന്നെ ഓപ്പൺ ചെയ്യില്ല. വെള്ളം കുറയുമ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എക്സിറ്റ് ആവാൻ പോവുകയാണ്. ഇനി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വെട്ടവും നല്ല നേച്ചറൊക്കെ ഉള്ള എക്സിറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഭയങ്കര സീനറിയാണ്, നല്ല രസമാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബോട്ട് സൈഡിൽ ഒതുക്കാൻ പോവുകയാണ് കേട്ടോ.
ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പ്രകൃതി എത്ര മനോഹരമാണെന്നുള്ളത്. നിങ്ങൾക്ക് ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരു സ്പെസിഫിക് സ്ഥലത്ത് നമ്മൾ പോയാലും നമ്മളെ മൊബൈൽ താഴെ വയ്ക്കാനായിട്ട് നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ. ഭയങ്കര രസമാണ്. രണ്ട് സൈഡും നമ്മൾ പോകുന്ന വഴിയെല്ലാം താഴ്വാരങ്ങൾ നിറഞ്ഞിട്ടുള്ള വഴികളാണ് കേട്ടോ. നല്ല പച്ചപ്പും ഒക്കെയുള്ള കൃഷി സ്ഥലങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ജോർജിയ. ഭയങ്കര രസമാണ്. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പശുക്കളെയൊക്കെ ഇങ്ങനെ അഴിച്ച് വിടുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും ഇഷ്ടം പോലെ പശുക്കളുണ്ട്. അതുപോലെ കോഴികളും ഷീപ്പുകളും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് റാക്ലി അപ്പൂപ്പൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ നല്ല ഒരു സീനറി കണ്ടപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേലി കൊണ്ട് അതിര് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ പശുക്കളും കോഴികളും ഒക്കെ നിന്ന് മേയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ വീടുകളും ഒക്കെയാണ് ഇതൊക്കെ. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഇസ്താൻബുൾ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് 2 ബൗളിൽ പോപ്കോണൊക്കെ കൊണ്ട് അവർ വെച്ച് തന്നു കേട്ടോ, മക്കൾക്കാണ്. അപ്പോൾ അതാ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഹച്ചാപൂരി 18 ലാറിയാണ്. 18 ലാറി. ഇത് വേറൊരു ട്രഡീഷണൽ ഫുഡാണ്. അക്കറുലി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സ്പെഗറ്റിയും ഒരു അദാന കെബാബ്. അത് 23 ലാറിയാണ്. സ്പെഗറ്റി 10 ലാറിയാണ്. ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇദൂസ് ഐനു. ഇത് നമ്മുടെ സ്പെഗറ്റി വന്നിട്ടുണ്ട്. ഇത് ഹച്ചാപൂരി. ഇത് ഇപ്പൊ കഴിച്ചത് പൊക്കോണാണ് കഴിച്ചത്. നമ്മളെല്ലാം കഴിച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് അഡന കെബാബ്. കുറച്ച് റൈസും കെബാബും. ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന ബ്രെഡും. ഡെലീഷ്യസ്. ഇതിലെനിക്ക് തോന്നുന്നു ഒരു ഈ നമ്മളെ സ്മോക്കി ഫ്ലേവറുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. സൂപ്പർ. ഹച്ചാപൂരി ഡെലീഷ്യസ്. ഇതും അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ് ഹച്ചാപൂരി. ഇത് അവരുടെ കബാബിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സൈസ് ബ്രെഡാണേ. ഇത് നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഇത് കബാബ്. ഇത് റൈസാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പ്ലെയിൻ റൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നത് ബഗ്രാത്തീസ് കത്തീഡ്രലിലാണ്. നമ്മളെ ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമാണ്. സാധാരണയായിട്ട് ജോർജിയയിൽ കാണപ്പെടുന്ന ചെടികളാണ് ഇതൊക്കെ. ഭയങ്കര രസമാണ്. നല്ല ഭംഗിയാണ് ആ ചെടികളുടെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. ഞാൻ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. കത്തീഡ്രൽ ഓഫ് ദി ഡോർമിനേഷൻ അല്ലെങ്കിൽ കുട്ടൈസി കത്തീഡ്രൽ, സാധാരണയായി ബഗ്രാത്തി കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജോർജിയയിലെ
ഇമറേറ്റി മേഖലയിലെ കുട്ടൈസി നഗരത്തിലെ 11ാം നൂറ്റാണ്ടിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചത് കേട്ടോ. മധ്യകാല ജോർജിയൻ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസ്. 1950കളിൽ ആരംഭിച്ച ക്രമാനുഗതമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഇന്നത്തെ ഈ കാണപ്പെടുന്ന പള്ളിയായിട്ട് പുനർനിർമ്മിച്ചത് കേട്ടോ. വിവാദമായ സംരക്ഷണ പ്രവർത്തനങ്ങൾ 2012 സമാപിച്ചു കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന ലോക പൈതൃക സൈറ്റുകളുടെ സെൻട്രൽ കുട്ടൈസി പ്രകൃതി ദൃശ്യങ്ങളിൽ ഒരു പ്രത്യേക ലാൻഡ്മാർക്കായിട്ട് ഈ കത്തീഡ്രലിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ബഗ്രാത്തി കത്തീഡ്രലിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടൈസി നഗരം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്ത് മനോഹരമാണ് ഈ നഗരം, ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഭയങ്കര രസമാണ്. ഈ കത്തീഡ്രലിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഗ്രീനറി ഉണ്ട്, നിറച്ചും ഇങ്ങനത്തെ ചെറിയ ചെറിയ പൂക്കളുണ്ട്, കളർഫുൾ പൂക്കളുണ്ട് കേട്ടോ. എവിടെ നിന്നാലും നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്ത് മതിയാവില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. യുക്കീമറിയോണി കുന്നിലാണ് ഈ ചർച്ച് ഉള്ളത്. ജോർജിയൻ ഓർത്തഡോക്സ് ലോകത്തിലെ 4 വലിയ കത്തീഡ്രലുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് വേറെ ദാരിദ്ര്യമൊന്നുമില്ല കേട്ടോ. എവിടെ നോക്കിയാലും വെള്ളം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. നമുക്ക് കുപ്പിയിലൊക്കെ പിടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറാഖിലി അപ്പൂപ്പനെ പെട്രോളൊക്കെ അടിച്ചു. ഇവിടുത്തെ പമ്പുകളെല്ലാം സെൽഫ് സർവീസാണ് കേട്ടോ. യാത്ര മധ്യേ ഇറാഖിലി അപ്പൂപ്പൻ ഓരോന്ന് പറഞ്ഞു തരും കേട്ടോ, ഓരോ സ്ഥലത്തിനെ കുറിച്ചിട്ട്. പോകുന്ന വഴിയെല്ലാം മഞ്ഞ് മലകൾ നമുക്ക് കാണാൻ പറ്റുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. അടുത്തടുത്ത് എത്തുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. അപ്പം പോകുന്ന വഴിയിൽ ഇറങ്ങി ഇറാഖിലി അപ്പൂപ്പനുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. അപ്പം അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ ബൈ.